നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മാർച്ച് മാസം 5-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി 3 മാസത്തിലൊരിക്കൽ നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഈ മാസം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഈ ഒരു നീക്കം. പുതിയ തീരുമാനപ്രകാരം വൈദ്യുതി കണക്ഷൻ ഉള്ള വീടുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണയും ഈ മാസം റേഷൻ കടകൾ വഴി ലഭിക്കുന്നതാണ്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ അനുവദിച്ച വിഹിതം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങിയവർക്കും വാങ്ങാത്തവർക്കും ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന AY റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPNS കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ഈ ഒരു മാർച്ച് മാസത്തിൽ ലഭിക്കുന്നതാണ്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് മലയാളം ഇനി ഭരണഭാഷ. മലയാള ഭാഷ നിർബന്ധമാക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. ഗവർണർ അംഗീകാരം നൽകിയതോടെ നിയമം വൈകാതെ പ്രാബല്യത്തിലാകും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ഇനി മലയാളം നിർബന്ധമാകും. കോടതി ഭാഷ അതുപോലെ തന്നെ സർക്കാർ ഉത്തരവുകൾ എന്നിവയും PSC പരീക്ഷകളടക്കം ഇനി മലയാളത്തിലായിരിക്കും. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു 2000 രൂപ കേരളത്തിലെ 30 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു മാർച്ച് മാസം അവസാന വാരത്തോടു കൂടി ഈ ഒരു തുക വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. 4 മാസത്തെ ഇടവേളകളിലായാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 6000 രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ 42,000-ഓളം രൂപ ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി 44,000-ലേക്കുള്ള തുകയുടെ വിതരണമാണ് ആരംഭിക്കുന്നത്. അനധികൃതമായി ഈ ഒരു തുക കൈപ്പറ്റിയ അതായത് അർഹതയില്ലാതെ അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു തുക കൈപ്പറ്റിയവരുടെ പട്ടികയിൽ നിന്നും അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. തീർച്ചയായും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു തുക ഇനി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. അർഹതയുണ്ടായിട്ടും നിങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് അതിൽ തെറ്റ് തിരുത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ജനസേവാ കേന്ദ്രങ്ങളെയോ ആശ്രയിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.